നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാജ ഷെയർ ട്രേഡിംഗ്. പള്ളിക്കുന്ന് സ്വദേശിയുടെ പണം തട്ടിയ പ്രതി പിടിയിൽ. പിടികൂടിയത് കുടക് സ്വദേശി ആദർശ് കുമാറിനെ. പ്രതി വലയിലായത് 1 വർഷത്തിന് ശേഷം. ഗാർഹിക പീഡന പരാതികളേറുന്നു. വിവാഹപൂർവ്വ കൌൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വാർദ്ധക്യത്തിൽ എത്തിയ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന പ്രവണത പെരുകുന്നതായും വനിതാ കമ്മീഷൻ. രക്തദാനം മഹാദാനം എന്നോർമ്മപ്പെടുത്തി NSS വോളണ്ടിയേഴ്സ്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ്. കൈകോർത്ത് കോടിയേരി ക്യാൻസർ സെന്റർ. ലക്ഷ്യം ബ്ലഡ് ബാങ്കുകൾക്ക് ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക. വിശദമായ വാർത്തകളിലേക്ക്. പള്ളിക്കുന്ന് സ്വദേശിയെ വ്യാജ ഷെയർ ട്രേഡിംഗിനിരയാക്കി 43 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ വിരാജ്പേട്ട കുടക് സ്വദേശി ആദർശ് കുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് പ്രവാസിയായ പള്ളിക്കുന്ന് സ്വദേശിക്ക് 43 ലക്ഷം രൂപ നഷ്ടമായത്. ഫേസ്ബുക്ക് വഴി കണ്ട പരസ്യത്തെ തുടർന്നാണ് പ്രവാസി ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തിയത്. ആദ്യഘട്ടങ്ങളിൽ നല്ല ലാഭം കണ്ടു തുടങ്ങിയതോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി 41 ലക്ഷം രൂപയോളം നിക്ഷേപിച്ചത്. എന്നാൽ ഇതിനുശേഷം കബളിപ്പിച്ച് പ്രതി മുങ്ങുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ വിരാജ്പേട്ട കുടക് സ്വദേശി ആദർശ് കുമാറിനെ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് പ്രവാസിയായ പള്ളിക്കുന്ന് സ്വദേശിക്ക് 43 ലക്ഷം രൂപ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തലശ്ശേരി ടൗണിലെ വിവിധ വ്യാപാര സമുച്ചയങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണത്തിലെ അപാകതയ്ക്ക് ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് പിഴ ചുമത്തി. നാരങ്ങാപ്പുറത്തെ ടെലി ഷോപ്പിംഗ് കോംപ്ലക്സ്, ടെലി ടവർ, ഓറഞ്ച് ടവർ, പിലാക്കണ്ടി പ്ലാസ എന്നീ വ്യാപാര സമുച്ചയങ്ങൾക്കാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിന് പിഴ ചുമത്തിയത്. ടെലി ഷോപ്പിംഗ് കോംപ്ലക്സ്, ടെലി ടവർ, ഓറഞ്ച് ടവർ എന്നിവയുടെ മുന്നിലും പരിസരത്തും ജൈവ അജൈവ മാലിന്യങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നതായും കൂട്ടിയിട്ടതായും സ്ക്വാഡ് കണ്ടെത്തി. 3 കോംപ്ലക്സുകൾക്കും 5000 രൂപ വീതം പിഴ ചുമത്തി. പിലാക്കണ്ടി പ്ലാസയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കാനായി കല്ലുകൊണ്ട് കെട്ടിയ പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. നിർമ്മിതി ഉടൻ തന്നെ പൊളിച്ചുമാറ്റി ശാസ്ത്രീയമായി മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് കത്തിച്ചതിന് പിലാക്കണ്ടി പ്ലാസയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാനും തലശ്ശേരി നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, മുനിസിപ്പാലിറ്റി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. കറി പൗഡറുകളിലെ കീടനാശിനി കാസിയ വിൽപ്പനയ്ക്കെതിരെ ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്ന് ലിയനാർഡോ ജോൺ. ഹൈക്കോടതി വിധി നടപ്പിലാക്കാത്ത ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകനും കറുവപ്പെട്ട കർഷകനുമായ ലിയനാർഡോ ജോൺ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാസിയ 20-ലധികം ഇരട്ടി വിലക്കാണ് കറുവപ്പെട്ട എന്ന പേരിൽ വിൽപ്പന നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്കിപ്പോൾ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം. അത് 2 കേസിൻ്റെയും കൂടി ഒരുമിച്ചിട്ടുള്ള വിധിയാണ്. ഒന്ന്, റിലയൻസ് ഒരു സൂപ്പർ മാർക്കറ്റിനെതിരെ ഞാൻ 9 വർഷം മുമ്പേ കൊടുത്ത ഒരു കേസും, ഇപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ കറുവപ്പട്ടേൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലോക റെക്കോർഡ് ഇറക്കുമതി ചെയ്യുന്ന കേസ് കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ റിലയൻസിനെതിരെ കേസ് കൊടുക്കാൻ കാരണം വെച്ചാൽ അവരുടെ പർച്ചേസ് മാനേജറെ ഒരു 9 വർഷം മുമ്പേ കണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരന് ഈ കറുവപ്പട്ടൻ ഗ്യാസ് ചെയ്യുന്നുള്ള വ്യത്യാസം അറിയത്തില്ല. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 5-1 പൈസയ്ക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് മേടിക്കുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ ബാക്കി വാക്കുകളൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. അത് നമ്മളെ പിന്നെ വേറെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എന്നെ ഇതേപോലെ തന്നെ റിലയൻസിൻ്റെ പർച്ചേസ് മാനേജർ പറഞ്ഞ പോലെ തന്നെ എന്നെ വേറൊരു പാർട്ടി വിളിച്ചായിരുന്നു ഒരു 6 വർഷം മുമ്പേ. അത് തന്നെ സിന്തേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, നമ്മളെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പേരൻറ്റ് കമ്പനിയാണ്. അവർ 85 രാജ്യത്തേക്ക് ഈ സ്പൈസസിൻ്റെ സത്തെടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ പാർട്ടിയൊന്നുമല്ല, വലിയ പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ MD എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ MD പറഞ്ഞ്, ഞാൻ സ്പൈസ് ബോർഡിൻ്റെ ഡയറക്ടറാണ്, നിങ്ങൾക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കറുവപ്പട്ട ഈ കാസി ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്തൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അടുത്ത് പറഞ്ഞെടുത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് കറുവപ്പട്ടേൻ്റെ ദൂഷ്യഫലം ഈ മസാലപ്പൊടിയിലുള്ളതിനെക്കാട്ടിലും 10 ഇരട്ടിയാണ് ഈ ആയുർവേദ മരുന്നിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 60% ആയുർവേദ മരുന്നിൻ്റെ അകത്ത് വേണം. അപ്പോൾ ഈ വീക്കായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് ഇത് മരുന്നായിട്ട് കഴിക്കുന്നത്. അയാൾക്ക് ഇമ്മീഡിയറ്റ് ലിവറിനും ക്യാൻസറും ഉണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിർബന്ധിച്ച് സ്പൈസ് ബോർഡ് വിളിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളെ പോയിൻ്റാണ് പറഞ്ഞതാണ് സത്യം തോന്നി. ഞാനിനി ജീവിതത്തിൽ നിങ്ങളെ വിളിച്ച് ഈ ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കത്തില്ല പറഞ്ഞു. നിങ്ങൾക്ക് നല്ല വരട്ടെ എന്ന് പറഞ്ഞു. കേരളത്തിലെ വിപണിയിലുള്ള കറിമസാലപ്പൊടികളിലെ കീടനാശിനിയും കറുവപ്പട്ടയ്ക്ക് പകരം കാസിയ ചേർക്കുന്നതിനെതിരെയും നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കാത്ത ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും കറുവപ്പട്ട കർഷകനുമായ ലിയനാർഡ് ജോൺ ആരോപിച്ചു. പൊതുജനാരോഗ്യത്തെ അട്ടിമറിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഉപഭോക്താവിനെ ക്യാൻസർ, കിഡ്നി ഡാമേജ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് അടിമയാക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. താൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത 2 കേസുകളുടെയും അനുകൂല വിധി നടപ്പിലാക്കാതെ ഒളിച്ചു കളിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. കിലോഗ്രാമിന് 170 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന കാസിയ 20-ലധികം ഇരട്ടി വിലയ്ക്കാണ് കറുവപ്പട്ട എന്ന പേരിൽ വിൽപ്പന നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്നു. കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ACP KV പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ആ രീതിയിൽ എല്ലാ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ മനസ്സിലാക്കുന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത് സാമ്പത്തിക തലത്തിൽ മാത്രമല്ല, സാമൂഹ്യ മേഖലയിൽ, സാംസ്കാരിക രംഗത്തായാലും എനിക്കറിയാം പല ആൾക്കാരുണ്ട്. ഞാൻ വെക്കുന്നത് ഇപ്പൊ എപ്പോഴും ഫുൾ ടൈം അവിടെ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് മാത്രമേ ഞാൻ പറയുന്നത്. മുഴുവൻ സമയം സാമൂഹിക സാംസ്കാരിക മറ്റു മേഖലകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചവർ മാറുകയാണ്. തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും നിന്ന് കേരള പോലീസിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ഒരു വിഭാഗമാണ് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ആൾക്കാർ. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഒക്ടോബർ 22-ന് ശ്രീകണ്ഠാപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനം ഡിസംബർ അവസാന വാരം കണ്ണൂരിൽ വെച്ചാണ് നടക്കുക. യോഗത്തിൽ KPPA ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV കൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV മുഹമ്മദ് അഷ്റഫ്, ജില്ലാ സെക്രട്ടറി M ഗോവിന്ദൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM നാരായണൻ എന്നിവർ സംസാരിച്ചു. ചെയർമാൻ EV രാജേന്ദ്രൻ, വൈസ് ചെയർമാൻ KJ തോമസ്, ജനറൽ കൺവീനർ KK കുഞ്ഞിനാരായണൻ, ജോയിന്റ് കൺവീനർമാരായി EV രാജൻ, N രാമകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ ഷെയർ ട്രേഡിംഗ്. പള്ളിക്കുന്ന സ്വദേശിയുടെ പണം തട്ടിയ പ്രതി പിടിയിൽ. പിടികൂടിയത് കുടക് സ്വദേശി ആദർശ് കുമാറിനെ. പ്രതി വലയിലായത് 1 വർഷത്തിന് ശേഷം. ഗാർഹിക പീഡന പരാതികളേറുന്നു. വിവാഹപൂർവ്വ കൌൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വാർദ്ധക്യത്തിൽ എത്തിയ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന പ്രവണത പെരുകുന്നതായും വനിതാ കമ്മീഷൻ. രക്തദാനം മഹാദാനം എന്നോർമ്മപ്പെടുത്തി NSS വോളണ്ടിയേഴ്സ്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ്. കൈകോർത്ത് കോടിയേരി ക്യാൻസർ സെന്റർ. ലക്ഷ്യം ബ്ലഡ് ബാങ്കുകൾക്ക് ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Miracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടി വിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. ഗാർഹിക പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷന്റെ മുൻപിലെത്തുന്ന മിക്ക പരാതികളും എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. വിവാഹപൂർവ്വ കൗൺസിലിംഗ് നിർബന്ധമാക്കേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയും ഏറിവരുന്നു. ജനസാന്ദ്രത വർദ്ധിച്ചതിനാൽ അടുത്തടുത്ത് വീടുകളുള്ളപ്പോൾ അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങളും കമ്മീഷന് മുമ്പാകെ എത്തുന്നുണ്ട്. ഈ വിഷയം ജാഗ്രതാ സമിതികൾക്ക് പരിഹരിക്കാൻ കഴിയും. സ്ത്രീകൾ പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടുന്ന പരാതികളും ഉണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, വൃദ്ധരായിട്ടുള്ള അമ്മമാരെ പരിരക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ട്, വൃദ്ധരായിട്ടുള്ള അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് മക്കൾ സ്വത്ത് തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ, അമ്മയെ ദുർബോധനപ്പെടുത്തിയോ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ വ്യാജമായിട്ടുള്ള ഒപ്പിട്ടുകൊണ്ട് രേഖകൾ ഉണ്ടാക്കി അമ്മയുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളുണ്ട്. മറ്റൊന്ന്, അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വഴി നടന്നു പോകുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ, അതുപോലെ തന്നെ മാലിന്യം അയൽവാസികൾ നിക്ഷേപിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ അത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭിക്കുന്ന പക്ഷം അത് ഞങ്ങൾ എതിർകക്ഷികളെ വിളിച്ചു വരുത്തി രമ്യമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ട്.
മറ്റ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിന്, കടം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക, അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും പണം വസൂലാക്കുക, എന്നിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുക, അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങിപ്പിക്കുക, ഈ തരത്തിൽ പരാതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളെ ദുർബോധനപ്പെടുത്തി പണം വസൂലാക്കി തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ജാഗ്രത ഉണ്ടാവാൻ സ്ത്രീകൾ സ്വയം സന്നദ്ധരാവണം എന്നുള്ളതാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്ന് കമ്മീഷന് മുൻപാകെ എത്തിയ 65 പരാതികളിൽ 14 എണ്ണത്തിൽ തീർപ്പാക്കി. 43 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 2 പരാതികൾ ജാഗ്രതാ സമിതിക്കും 2 എണ്ണം ലീഗൽ സർവീസസ് അതോറിറ്റിക്കും 5 എണ്ണം പോലീസ് റിപ്പോർട്ടിനും അയച്ചിട്ടുണ്ട്. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, അഡ്വക്കേറ്റ് ഷിമ്മി, കൌൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് വയോജനങ്ങൾക്ക് വേണ്ടി, അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ്. എനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ തന്നെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ ഹോമിയോ എന്നുള്ളത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതിയായി നമ്മൾ പലരും കാണുന്നത് കൊണ്ടായിരിക്കാം മുതിർന്ന പൗരന്മാർ കുറച്ച് വിമുഖത കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരിവിടെ കുറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് രോഗപ്രതിരോധമാണ്. ഈ രോഗപ്രതിരോധത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തന്നെ നമ്മുടെ ഹോമിയോയാണ്. നമ്മൾ കണ്ടു, കോവിഡിന്റെ സമയത്ത് കണ്ടല്ലോ, ഹോമിയോയുടെ കിറ്റ് വന്നപ്പോൾ എത്ര പേർക്ക് അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ അത് നല്ല രീതിയിൽ ഫലപ്രദമാണെന്ന് നമ്മൾ കണ്ട ഒരു സമയമായിരുന്നു നമ്മുടെ കോവിഡിന്റെ സമയത്ത്. ഏതായാലും നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾ. ഇവിടെ മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രമല്ല, മറ്റ് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ യുവാക്കളിൽ വരെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം കൂടി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പക്ഷെ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ അതോടനുബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോണി ബി.ജെ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ.വി. ബിജു മുഖ്യാതിഥിയായി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം.പി. ജയപ്രഭ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ വി.കെ. മാളവിക യോഗ പരിശീലനവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി. പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ.കെ. സുരേഷൻ, മെമ്പർമാരായ ഡി. ജിഷ, ബിന്ദു അരവിന്ദ്, എ. വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. സബീന നജീബിന്റെ വ്യൂ വൺസ് പുസ്തക പ്രകാശനം വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടന്നു. കെ. വി. സുമേഷ് എം.എൽ.എ. പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പുസ്തകത്തെ കുറിച്ചൊക്കെ ഇവിടെ ടീച്ചർ സംസാരിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നവർക്കും ആ പുസ്തകത്തിലെ കഥകളെ സംബന്ധിച്ചോ അതിനെഴുത്തിനെ സംബന്ധിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ഉള്ള കൗതുകവും കാര്യമുണ്ടാവും. ഏതായാലും ഷബീന നജീബിനെ അങ്ങേയറ്റ ആദരവോടെ, ഏറെ ബഹുമാനത്തോടെ, എല്ലാ അർത്ഥത്തിലുള്ള ആദരവ് അവർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ശക്തമായി തുടരണം. ഒരു കാരണവശാലും ഇനി പിന്നോട്ട് പോകരുത്. അല്ലെ, 1000 കഥകൾ എഴുതുന്ന ഒരാളായി മാറട്ടെ. വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഒരുപിടി കഥകളാണ് ഷബീന നജീബ് വ്യൂവൺ എന്ന പുസ്തകത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. ഹരിതം പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതാപൻ തായാട്ട്, ഷമീമ ടീച്ചർ, ഷമീമ പി, താഹ റഹീം മാസ്റ്റർ, സുജീറ, മുംതാസ് ആസാദ്, ഫൗസിയ മമ്മു പരിമള, സുദിനം മുനീർ, സമീറ മെഹബൂബ്, ബാദുഷ, ഷമീമ എ.ടി, സി.പി. അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പേസ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പി.കെ. നന്ദനന്റെ ചിത്ര പ്രദർശനത്തിന് തിരക്കേറുന്നു. ചിത്രകാരൻ എ. സത്യനാഥാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം 24-ന് സമാപിക്കും. കണ്ണൂരിലെ സ്പേസ് ആർട്ട് ഗാലറിയാണ് എൻ്റെ ചിത്രങ്ങളുടെ പ്രദർശന വേദി. ഞാൻ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഒരു സന്തതിയാണ്. ഹരീന്ദ്രൻ ചാലാട് എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രമുഖനായ ചിത്രകാരൻ്റെ ആർട്ട് ഗാലറിയാണ് സ്പേസ് ആർട്ട് ഗാലറി.
അദ്ദേഹം എൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം എനിക്ക് നൽകിയത് വഴിയാണ് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചത്. ഞാൻ 36 വർഷം സ്കൂൾ അധ്യാപകനായി. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ ചിത്രകലാ അധ്യാപകനാവുകയും പിന്നീട് ഞാൻ സാമൂഹ്യശാസ്ത്രം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലെ ഹൈസ്കൂൾ അധ്യാപകനാവുകയും ചെയ്തു. പിന്നീട് ഹെഡ് മാസ്റ്ററായാണ് ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. വിരമിച്ച ശേഷമാണ് ചിത്രകലയെ കുറച്ചുകൂടി ഗൗരവമായി എടുത്തത്. ഈ ചിത്ര പ്രദർശനം ഒരു തുടക്കമായി ഇവിടെ നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ചിത്രകലയെ കുറച്ചുകൂടി ഗൗരവമായി സമീപിക്കാനുള്ള ഒരു മനസ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. ചിത്രകലാ പരിഷത്ത് സെക്രട്ടറി വിനോദ് പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. പി.കെ. നന്ദനൻ, ഗോവിന്ദൻ കണ്ണപുരം, നാസർ ചപ്പാരപ്പടവ്, ബഷീർ, ദാമോദരൻ, എം. ഐശ്വര്യനന്ദനൻ, രാധ N.T., വിഷ്ണു സുരേന്ദ്രൻ, പുഷ്പ ദിനേശൻ, ഹരീന്ദ്രൻ ചാലാട്, ശിവരാജൻ M എന്നിവർ സംസാരിച്ചു. അക്രിലിക് പെയിന്റിൽ ചെയ്ത 22 പ്രകൃതി ചിത്രങ്ങളും ചാർക്കോളിൽ ചെയ്ത മാധവിക്കുട്ടി, O.V. വിജയൻ തുടങ്ങിയവരുടെ പോർട്രേറ്റുകളും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം 24-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, NSS യൂണിറ്റ്, മലബാർ ക്യാൻസർ സെന്റർ കോടിയേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടന്നു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് K. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഹാർട്ടിലുള്ള ഒരു ഞരവിൽ ബ്ലോക്ക് വരാം, അറ്റാക്ക് വരാം, സഡൻ ആക്ഷൻ. അങ്ങനത്തെ മരുന്നോ ഒന്നുമില്ല. സഡൻ ആക്ഷൻ ആയിട്ട് നമ്മൾ സഡൻ ഡെത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാം. അങ്ങനെ എന്നോട് പറഞ്ഞതിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 19,000 രൂപ ഞാൻ അവിടെ ചെയ്തു, പൈസ കൊടുത്തു. പക്ഷെ എനിക്ക് തന്നത് എക്വസ്പിരിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഡ് നേർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗുളികയാണ് തന്നത്. അങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾ പ്ലിബോട്ടമി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷം ഞാൻ എൻ്റെ ബ്ലഡ് ഇങ്ങനെ കുത്തിക്കളയും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കുത്തിക്കളഞ്ഞിട്ട് അത് എടുത്ത് കളയുക ചെയ്യുക, ഒഴിവാക്കുക ചെയ്യുക എന്ന് പറഞ്ഞു. അതല്ല, ചില ഫാർമസികൾക്ക് ഇതല്ലേ അങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുക്കുന്ന AKG തന്നെ അങ്ങനെ പറഞ്ഞത്. മരുന്ന് കമ്പനിക്കാർ വരുന്നുണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ. എന്നോട് അങ്ങനെ AKG എന്നോട് പറഞ്ഞു. പക്ഷെ എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോ ഇത് കാണുന്നത് നമ്മുടെ ബ്ലഡിന്റെ HB എപ്പോഴും നമ്മൾ അതിന്റെ വേരിയേഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചില ആൾ പറയുന്നില്ല, ചിലപ്പോൾ ഞാനെല്ലാം അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. PRO റഷീദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TP റീനാകുമാരി സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അഞ്ജു കുറുപ്പ് ക്യാമ്പ് വിശദീകരണം നടത്തി. പ്രോഗ്രാം ഓഫീസർ NP ജീന, VR വിജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അഞ്ജു കുറുപ്പ്, ക്യാമ്പ് കോർഡിനേറ്റർ KV അരുൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ബ്ലഡ് ബാങ്കുകൾക്ക് ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കക്കാട് യൂണിറ്റിന്റെയും കക്കാട് സേവാ സമാജം ലൈബ്രറി ആൻഡ് വായനശാലയുടെയും നേതൃത്വത്തിൽ ഈ മാസം 22-ന് മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 22-ന് എടച്ചൊവ്വ ഒണ്ടേൻപറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ക്യാമ്പിൽ മംഗലാപുരത്തെ ഫാദർ മുള്ളേഴ്സ് ആൻഡ് ഏനപ്പോയ ഹോസ്പിറ്റലുകളിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തും. ACP രത്നകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വലിയവരാണ് ഇവരിൽ ചെറിയൊരു ശതമാനത്തിന് സ്വന്തം കുട്ടികൾ വൈദ്യപരിശോധനക്കും മറ്റുമായി അയക്കുവാൻ തരപ്പെടുന്നുള്ളൂ. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്. ബസി ജീവിതത്തിൽ അവർക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, വയോജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വയോജനങ്ങളും സ്വന്തമായി തന്നെ ഡോക്ടർമാരെയോ ചികിത്സാ സൗകര്യങ്ങൾ തേടിപ്പോകേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മൾ കണക്കിലെടുത്ത് ആണ് ഈ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ പലവർക്കുമുള്ള ഒരു വിശ്വാസമുണ്ട്, കണ്ണൂരിലെ ഡോക്ടർമാരൊന്നും നോക്കിയാൽ ശരിയാവില്ല, ഒന്നും മംഗലാപുരത്തിൽ എന്നാരെങ്കിലും കാണിച്ചിട്ടെങ്കിലോ ചില നമ്മളെപ്പോലെയുള്ള വയോജനങ്ങളുടെ ആഗ്രഹമാണ്. അതെല്ലാം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരത്തെ 2 പ്രശസ്ത ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ നമ്മൾ സമീപിക്കുകയുണ്ടായി. ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലും ഏനാപ്പായ കോളേജ് ഓഫ് മെഡിസിൻ അവർ സന്തോഷപൂർവ്വം അവരുടെ ചില ഡോക്ടർമാരെ
ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് അയക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കക്കാട് സമീപവാസത്തിലുള്ള ജനങ്ങൾക്കെല്ലാം വരാൻ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കക്കാട് എടച്ചൊവ്വ ഒഡേംപറമ്പ് ഈ 3 സ്ഥലത്തെയും ഈവൻ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം അകലമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എടച്ചൊവ്വ ഓണ്ടേൻപറമ്പ് ശ്രീ മുത്തപ്പ ക്ഷേത്ര പരിസരത്തെ ഹാളിലാണ് ക്യാമ്പ് നടക്കുക. രാവിലെ 8-ന് കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും. മംഗളൂരുവിലെ പ്രസിദ്ധമായ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്, യനോപോയ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. 5 ഡോക്ടർമാരാണ് ക്യാമ്പിൽ പരിശോധന നടത്തുക. 1000-ഓളം പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വി രാമചന്ദ്രൻ, കാരായി ദിവാകരൻ, TC അരവിന്ദാക്ഷൻ, സേവാ സമാജം സെക്രട്ടറി വി സുരേന്ദ്രൻ, ക്യാമ്പ് കോർഡിനേറ്റർ നിതിൻ കണ്ണോത്തഞ്ചാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണം 6885 രൂപയും പവന് 480 രൂപ വർദ്ധിച്ച് 55,080 രൂപയിലും എത്തി. വെള്ളി 97 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ ഷെയർ ട്രേഡിംഗ്. പള്ളിക്കുന്ന സ്വദേശിയുടെ പണം തട്ടിയ പ്രതി പിടിയിൽ. പിടികൂടിയത് കുടക് സ്വദേശി ആദർശ് കുമാറിനെ. പ്രതി വലയിലായത് 1 വർഷത്തിന് ശേഷം. ഗാർഹിക പീഡന പരാതികളേറുന്നു. വിവാഹപൂർവ്വ കൌൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വാർദ്ധക്യത്തിൽ എത്തിയ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന പ്രവണത പെരുകുന്നതായും വനിതാ കമ്മീഷൻ. രക്തദാനം മഹാദാനം എന്നോർമ്മപ്പെടുത്തി NSS വോളണ്ടിയേഴ്സ്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ്. കൈകോർത്ത് കോടിയേരി ക്യാൻസർ സെന്റർ. ലക്ഷ്യം ബ്ലഡ് ബാങ്കുകൾക്ക് ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.